പുനലൂർ നഗരസഭയിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. പുനലൂരിന്റെ മുഖഛായ മാറ്റുന്ന 4 പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടക്കുന്നത്. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിനായി 6.5 കോടി രൂപയാണ് ചിലവഴിക്കുക. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അറവുശാലയ്ക്ക് 13,70,00,000 രൂപയും പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലെത്തിക്കുന്ന വിശാലമായ വിദ്യാഭ്യാസ കോംപ്ലക്സിന് 5 കോടി രൂപയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ എക്സൈസ് കോംപ്ലക്സിന് 3.5 കോടി രൂപയും ചിലവഴിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വികസന പ്രവർത്തനങ്ങൾ. പുനലൂരിനെ സംബന്ധിച്ച് ഈ 4 പദ്ധതികൾ നമ്മുടെ പുനലൂരിന്റെ വികസനത്തിന് ഒരു വലിയ കുതിപ്പ് ഏകുന്ന പദ്ധതികളാണ്. ഒരു വലിയ വികസനം നമ്മുടെ പുനലൂരിൽ വരികയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ 3ാമത്തെ മാർക്കറ്റാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്. ദശാബ്ദങ്ങളായുള്ള ആവശ്യമാണ് മാർക്കറ്റ് നവീകരണം എന്നത്. 60 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ എക്സൈസ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് 3.5 കോടി രൂപ ചെലവഴിച്ച് വിശാലമായ കോംപ്ലക്സ് ഉയരുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ N.K. പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെ പങ്കെടുക്കും. ന്യൂസ് 18 പുനലൂർ. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം സ്വാഗതം പറഞ്ഞു.